ഇനിയുള്ളത് കുറച്ച് പ്രോബ്ലംസാണ്. പ്രോബ്ലംസിൽ നോട്ട് തരത്തില്ല, നിങ്ങൾ വീഡിയോ കണ്ടു വേണം നോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഷോ ദാറ്റ് ദ സീക്വൻസ് -1 raised to n ഈസ് ഡൈവേർജൻറ്റ്. ഷോ ദാറ്റ് ദ സീക്വൻസ് -1 raised to n ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ ഈ സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സീക്വൻസ് നോക്കുകയാണെങ്കിൽ അത് എലമെൻറ്റ് -1 raised to n എന്നുള്ള സീക്വൻസ് ആണ്. അപ്പോൾ അതിനകത്ത് എലമെൻറ്റ് -1 1 -1 1 -1 1 ഇതിങ്ങനെ പോവാം അല്ലേ. അപ്പോൾ ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ് അല്ലേ, ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണല്ലോ. അപ്പോൾ ഈ സീക്വൻസിന് കൺവേർജൻ്റ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അസ്യൂം ചെയ്യുവാണ് നമുക്ക് എ എന്നൊരു ലിമിറ്റ് ഉണ്ട്. സപ്പോസ് ലിമിറ്റ്, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ടതുകൊണ്ട് പറഞ്ഞു തരാം. ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു സീക്വൻസ് -1 raised to n. ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു -1 raised to n, സീക്വൻസ് -1 raised to n. എന്നിട്ട് അതെന്ന് പറയുന്നത് -1 1 1 1 ആണെന്ന് എഴുതാം. ഹിയർ സീക്വൻസ് എക്സ് ഈസ് ബൗണ്ടഡ്. എക്സ് ഈസ് ബൗണ്ടഡ്. എക്സ് ബൗണ്ടഡാണ്. നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ഡൈവേർജൻ്റ് ആണ് കാണിക്കുന്നത്. ഡൈവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് ഇല്ല എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് കോൺട്രഡിക്ഷനോട്ട് പോവാം. അസ്യൂം ദാറ്റ് limit of x exist. Assume that limit x exist. Let a is equal to limit of x. സീക്വൻസിൻ്റെ ലിമിറ്റ് നമ്മൾ a എന്ന് വിളിച്ചു. അപ്പം ഇങ്ങനെയൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലേ, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ ഓൾ ഇൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പം നമ്മൾ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഈഫ് പോസിബിൾ അസ്യൂം ചെയ്യുവാണ് ലിമിറ്റ് ഓഫ് എക്സ് എക്സിസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എ. എന്നിട്ട് നമ്മൾ ആ ലിമിറ്റിനെ നമ്മൾ എ എന്ന് വിളിച്ചു. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1. Let epsilon equal to 1. For epsilon equal to 1 there exists a natural limit exist ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. For epsilon equal to 1 there exists a natural number k1 such that modulus of xn minus a is less than 1 for all n greater than or equal to k1. For all n greater than or equal to k1 നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട് there exists a natural number k1 element of n such that modulus of xn minus a is less than 1 for all n greater than or equal to k. അപ്പോൾ modulus of x എന്ന് പറയുന്നത് -1 raised to n minus a is less than 1 for all n greater than or equal to k1. ഓക്കെ, ഉടൻ വരെ എല്ലാവരും ആയില്ല. അപ്പോൾ നമ്മൾ സീക്വൻസ് എടുത്തു, അത് ബൗണ്ടഡ് ആണെന്ന് എടുത്തു. ബൗണ്ടഡ് ആയതുകൊണ്ട് അതിന് ലിമിറ്റ് ലിമിറ്റ് ഉണ്ടാകുന്ന യാതൊരു നിർബന്ധവുമില്ല. നമ്മളൊരു ലിമിറ്റ് കാണും എന്ന് അസ്യൂം ചെയ്തു. ആ ലിമിറ്റിനെ നമ്മൾ എ എന്ന് വിളിക്കും. അപ്പം ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലിമിറ്റിനെ എ എന്ന് വിളിച്ചു. എന്നിട്ട് ആ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് എപ്സിലോൺ എടുത്താലും നമുക്കൊരു കെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ഇൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഇവിടെ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത് എഴുതി. അപ്പോൾ അത് -1 raised to n minus a is less than 1 for all n greater than or equal to k1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ലിമിറ്റ് എങ്ങനെ പറഞ്ഞാൽ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കിട്ടിയത് -1 raised to n minus a is less than 1 for all n greater than or equal to k1. അപ്പം n greater than or equal to k1 വരുമ്പോഴെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി നമ്മൾ n greater than or equal to k1 ആണ് n എന്ന് പറയുന്നൊരു ഓഡ് നാച്ചുറൽ നമ്പർ ആണ് എടുക്കുക. അപ്പോൾ എഴുതിക്കുക, if n is an odd natural number with n greater than or equal to k1 we have n ഓഡ് വരുമ്പോൾ ഇതെന്തായിട്ട് വരും? -1 minus a is less than 1 എന്ന് കിട്ടും. for -1 minus a
modulus of -1 minus a is less than 1 for all n greater than or equal to k1 where n is an odd natural number. അപ്പോൾ ഇത് നമ്മൾ മോഡുലസ് മാറ്റുമ്പോൾ -1 ഈസ് ലെസ് ദാൻ -1 മൈനസ് എ ഈസ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഈ -1 കളയാൻ വേണ്ടി നമ്മൾ 1 ആഡ് ചെയ്യുമ്പം 1 - 1 അല്ല, നമുക്ക് ഇവിടെ -1 ഈസ് ലെസ് ദാൻ മൈനസ് എ ഈസ് ലെസ് ദാൻ 1 + 1 എന്ന് പറയാമല്ലോ. 1 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 1 - 1 0 ഈസ് ലെസ് ദാൻ മൈനസ് എ ഈസ് ലെസ് ദാൻ 2. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ലെസ്. അപ്പോൾ നമ്മൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഈസ് ഗ്രേറ്റർ ദാൻ എ ഈസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് വരും. അല്ലെങ്കിൽ -2 ലെസ് ദാൻ എ ലെസ് ദാൻ 0 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 വേർ n ഈസ് ആൻ ഓഡ് നമ്പർ. ഇങ്ങനെ എടുത്തു. അതൊന്ന് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈവൻ നാച്ചുറൽ നമ്പർ എടുക്കുക. ഓൺ ദ അതർ ഹാൻഡ് if n is an even natural number with n greater than or equal to k1, if n is an even natural number with n greater than or equal to k1, we have xn minus a less than 1 എന്നുള്ളത് മോഡുലസ് ഓഫ് xn എന്ന് പറയുന്നത് -1 റേസ് ടു n ഈവൻ ആകുമ്പോൾ ഇഫ് n ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ നമ്മൾ 1 മൈനസ് എ ഈസ് ലെസ് ദാൻ 1 മോഡുലസ് വരും. -1 ലെസ് ദാൻ 1 മൈനസ് എ ലെസ് ദാൻ 1 എന്ന് വരും. നമ്മൾ -1 വെച്ചും ആഡ് ചെയ്യുമ്പം 0 ലെസ് ദാൻ മൈനസ് എ ലെസ് ദാൻ 1 മൈനസ് ചെയ്യും. അപ്പോൾ അത് -2 -1 -1 മൈനസ് എ ലെസ് ദാൻ 0 എന്ന് വരും. നമ്മൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. ഇംപ്ലൈസ് 0 ലെസ് ദാൻ എ ലെസ് ദാൻ 2. ഇക്വേഷൻ 2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 വേർ n ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പം നമുക്ക് n ഓഡാണ് എങ്കിൽ എയുടെ വാല്യൂ -2നും 0യ്ക്കും ഇടയ്ക്ക് കിടക്കണം. n ഈവൻ ആണെങ്കിൽ 0യ്ക്കും 2നും ഇടയ്ക്ക് കിടക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും എക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. -2 0 എന്ന് പറയുന്നത് -2 ഇത് -2 ഇത് 0 ഇത് 2 ആണ് എങ്കിൽ ആദ്യത്തെ സെറ്റ് ഇവിടെ കിടക്കും, രണ്ടാമത്തെ സെറ്റ് ഇവിടെ കിടക്കും. അപ്പോൾ എക്ക് ഒരേ സമയം രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് 1 ആയിട്ട് എടുക്കുക, ഇതിനെ 2 ആയിട്ട് എടുക്കുക. സിൻസ് എ കനോട്ട് സാറ്റിസ്ഫൈസ് both of these inequalities, since A cannot satisfy both of these inequalities, the hypothesis that since A cannot satisfy both of these inequalities, the hypothesis that X is convergent leads to a contradiction. Since A cannot satisfy both of these inequalities, the hypothesis that X is convergent leads to a contradiction. Therefore, the sequence X is divergent. അപ്പോൾ നമ്മൾ കൺവേർജൻ്റ് ആണ് എടുത്തപ്പോൾ നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അതുകൊണ്ട് കൺവേർജൻ്റ് അല്ല, ഡൈവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, ഷോ ദാറ്റ് ലിമിറ്റ് 2n + 1 by n is equal to 2. Show that limit 2n + 1 by n equal to 2. അപ്പോൾ നമുക്കിവിടെ ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് 2n + 1 by n നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇത് 2 + 1 by n എന്ന് പറയാമല്ലോ അല്ലേ. 2n + 1 by n നമുക്ക് 2 + 1 by n എടുക്കാം. അപ്പോൾ നമുക്ക് 2n + 1 by n പകരം നമ്മൾ 2 + 1 by n ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലെറ്റ് എക്സ് സീക്വൻസ് xn is equal to sequence 2 and yn is equal to sequence 1 by n എടുക്കുക. ഇനി xn എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസാണ്. അപ്പോൾ നമുക്കറിയാം xn കൺവേർജസ് ടു 2 അല്ലേ. xn കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് xn കൺവേർജസ് ടു 2 പിന്നെ yn എന്നുള്ള സീക്വൻസ് 1 by n അത് കൺവേർജസ് ടു 0 നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഹിയർ yn കൺവേർജസ് ടു 0. ഇപ്പോൾ നമ്മൾ
രണ്ട് സീക്വൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിലോട്ട് എഴുതുമ്പോൾ 2n+1/n = 2+1/n, എന്നിട്ട് ലെറ്റ് xn = 2, yn = 1/n. xn കൺവേർജസ് ടു 2 ആണ്, yn കൺവേർജസ് ടു 0 ആണ്. We know that from theorem, theorem 6 ആണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. If x and y are convergent sequences, then x plus y converges to limit of x plus limit of y. എക്സും വൈയും കൺവേർജൻറ്റ് സീക്വൻസുകളാണ് എങ്കിൽ അതൊന്ന് സ്റ്റേറ്റ്. വി നോ ദാറ്റ് ബൈ തിയറം ഇഫ് എക്സ് ആൻഡ് വൈ ആർ കൺവേർജൻറ്റ് സീക്വൻസസ് ദെൻ സീക്വൻസ് എക്സ് പ്ലസ് വൈ കൺവേർജസ് ടു ലിമിറ്റ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് ഓഫ് വൈ. Therefore x എന്ന് പറയുന്നത് 2. Therefore 2 plus 1 sequence 2 plus 1/n converges to 2 plus 0. കാരണം ഇവിടെ xn converges to 0 ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. Converges to limit of xn plus limit of yn. That is 2 plus n നമുക്ക് 2n plus 1/n. Sequence 2n LC എടുക്കുമ്പോൾ അത് 2n plus 1/n converges to limit of xn 2, limit of yn 0. Therefore 2n plus 1/n converges to 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. തേർഡ് വൺ, ലിമിറ്റ് 2n plus 1 divided by n plus 5 is equal to 2. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് 2n plus 1/n plus 5 equal to 2 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മറ്റൊരിടത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ n മാത്രമുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഡിവിഷൻ പോസിബിൾ അല്ല. പിന്നെ നമുക്ക് n കോമൺ ആയിട്ട് രണ്ടിടത്തും ഉള്ളതുകൊണ്ട് നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 2 plus 1/n 1 plus 5/n ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ മേലെ ഇത് 2 plus 1/n ഡിവൈഡ് ബൈ 1 plus 5/n. അപ്പോൾ നമ്മൾ x is equal to sequence 2 plus 1/n, y is equal to sequence 1 plus 5/n എടുക്കുവാണെങ്കിൽ നമ്മൾ ലെറ്റ് x is equal to, അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ x/y ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ലെറ്റ് x is equal to 2 plus 1/n. Then x converges to 2 plus 1/n 2 converges to 2 ആണ്. 1/n converges to 0 ആയതുകൊണ്ട് അത് converges to 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. Then x converges to 2. Let y is equal to 1 plus 5/n. Let y equal to 1 plus 5/n. Then y converges to 1 കാരണം 5/n എന്ന് പറയുന്നത് 5 into 1/n ആണ്. 1/n converges to 0 ആയതുകൊണ്ട് 5 into 1/n 0 കൺവേർജ് ചെയ്യും. Then y converges to 1. 1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. yn നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ n ആണ്. കാരണം എന്താ, അത് 1 plus 5/n. 5/n ഒരിക്കലും നെഗറ്റീവ്. അപ്പോൾ ഈ നമ്പറുകളെല്ലാം എപ്പോഴും 1-നേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് yn നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് x കൺവേർജസ് ടു 2, y കൺവേർജസ് ടു 1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ x/y ബൈ തിയറം വി നോ ദാറ്റ് x is a convergent sequence converging to x and y is a non-zero convergent sequence converging to a non-zero number. Then sequence x/y converges to limit of xn by limit of yn. നമ്മൾ ആ തിയറം സ്റ്റേറ്റ് ചെയ്യുക. x/y converges to limit of xn by limit of y. Therefore 2 plus 1/n divided by 1 plus 5/n converges to xn ൻ്റെ ലിമിറ്റ് 2 converges to 2/1. Therefore 2 plus 1/n by 1 plus 5/n converges to 2/1. അല്ലെങ്കിൽ 2n plus 1 divided by n plus 5 converges to 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് 2n plus 5 by n plus 5 converges to 2. ഇനി ഫോർത്ത് വൺ, ഷോ ദാറ്റ് limit
2n divided by n square plus 1 is equal to 0. Show that limit 2n by n square plus 1 equal to 0. അപ്പോൾ നമുക്ക് ആദ്യം കൺസിഡർ 2n by n square plus 1. അപ്പോൾ നമ്മൾ ആദ്യം n വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇത് 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ബൈ n വരും. പക്ഷേ n എന്ന് പറയുന്ന സീരീസ് നമുക്കറിയാം, സീക്വൻസ് n ഡൈവേർജൻ്റ് ആണ് നമ്മൾ ഓൾറെഡി കണ്ട. കാരണം എന്നാ n അൺബൗണ്ടഡ് ആണ് അല്ലേ. അപ്പോൾ n പ്ലസ് 1 ബൈ n നമുക്ക് നോട്ട് കൺവേർജൻ്റ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത്. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എക്സ് ബൈ വൈ ഫോമിൽ വരും, വേർ വൈ നോട്ട് ഈക്വൽ ടു 0 ആണ്, അത് കൺവേർജൻറ്റുമാണ്. പക്ഷേ ഇവിടെ n വരുമ്പം n എന്നുള്ള സീക്വൻസ് അൺബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജൻ്റ് അല്ല എന്ന് നമ്മൾ കണ്ട സീക്വൻസാണ്. അപ്പോൾ ഇത് കൺവേർജൻ്റ് അല്ല. അപ്പോൾ ഇത് കൺവേർജൻ്റ് അല്ല. പക്ഷേ നമുക്കതിനെ ഒന്നും കൂടെ n വെച്ച് ഡിവൈഡ് ചെയ്താൽ, അതിനെ നമ്മൾ ഒന്നും കൂടെ n വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് 1 ബൈ n സ്ക്വയർ വരും. 1 പ്ലസ് 1 ബൈ n സ്ക്വയർ കൺവേർജൻ്റ്. കാരണം 1 ബൈ n തന്നെ 0 പോകുമ്പോൾ 1 ബൈ n സ്ക്വയറും 0 പോകും. അപ്പം 1 പ്ലസ് 1 ബൈ n സ്ക്വയർ 1 കൺവേർജ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. 2n ബൈ n സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ബൈ n. ബട്ട് n പ്ലസ് 1 ബൈ n ഈസ് നോട്ട് കൺവേർജൻറ്റ്. So 2n by n square plus 1 is equal to, നമ്മൾ അതിനെ ഒന്നും കൂടെ n വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്, 2 by n by 1 plus 1 by n സ്ക്വയർ. അതായത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പവേഴ്സ് നോക്കിയാൽ എന്നിൻ്റെ ഹയസ്റ്റ് പവർ 2 ആവുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തത്, ഇതിൻ്റെ ഹയസ്റ്റ് പവർ n സ്ക്വയർ വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തു. അപ്പം 2n ബൈ n സ്ക്വയർ ചെയ്യുമ്പോൾ 2 ബൈ n, n സ്ക്വയർ പ്ലസ് 1നെ n സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 ബൈ n സ്ക്വയർ. If we take x equal to sequence 2 by n, then x converges to 0. 2 by n എന്ന് പറയുന്നത് 1 by n ഫോമിൽ തന്നെയാണ് വരുന്നത്. 1 by n converges to 0 ആണ്, x converges to 0. y equal to 1 plus 1 by n square. 1 plus 1 by n സ്ക്വയറിനകത്ത് 1 converges to 1 ആണ്, 1 by n square converges to 0. അപ്പോൾ അതിൻ്റെ സമ്മ then y converges to 1 എന്ന് നമുക്ക് പറയാം. Here all terms in y are non-zero. Here all terms in y are non-zero and y converges to the non-zero number 1. And y converges to the non-zero number 1. Therefore, x by y converges to limit of x by limit of y. Limit of x 0. അപ്പോൾ 0 by 1 equal to 0. That is x എന്ന് പറയുന്നത് 2 by n ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്നത് 1 plus 1 by n സ്ക്വയർ converges to 0. 2 by n divided by 1 plus 1 by n square. x by y converges to 0 എന്നുള്ളത് നമുക്ക് 2 by n. ഇനി നമ്മൾ n സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ that is 2n by n square plus 1 converges to 0. Therefore, limit of 2n by n square plus 1 is equal to 0 എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് കാണിക്കേണ്ടത്. ഫിഫ്ത്ത് വൺ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സമ്മ അല്ലെങ്കിൽ കോഷ്യൻ ഫോമിലോട്ട് നമുക്ക് തന്നിരിക്കുന്നതിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് ഓരോന്നും കൺവേർജൻ്റ് ആണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തത്. ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ലിമിറ്റ് സൈൻ n ബൈ n ഇസ് ഈക്വൽ ടു 0. സൈൻ n ബൈ എൻ്റെ ലിമിറ്റ് 0 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ സൈൻ n ബൈ എൻ്റെ ലിമിറ്റ് 0 ആണെന്ന് കാണിക്കാം. അപ്പോൾ നമുക്കറിയാം സൈൻ്റെ വാല്യൂ എപ്പോഴും -1ഉം +1ഉം ഇടയ്ക്കല്ലേ വരുന്നത്. സൈൻ്റെ വാല്യൂ സൈൻ എന്നിൻ്റെ വാല്യൂ എപ്പോഴും മോഡുലസ് ഓഫ് സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സൈൻ്റെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1. അപ്പോൾ നമുക്ക് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് പറയാം. ഇനി നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ n പോസിറ്റീവ്, n ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇൻഇക്വാളിറ്റി ചേഞ്ച് എന്ന് വരും. നമ്മൾ എല്ലാം മൊത്തത്തിൽ n വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡിങ് ബൈ n വി ഗെറ്റ്
minus 1 by n less than or equal to sin n by n less than or equal to 1 by n for all n element of n എന്ന് പറയാലോ. Now ലിമിറ്റ് ഓഫ് -1/n എന്ന് പറയുന്നത് 0 അല്ലേ. -1/n ആണെങ്കിലും +1/n ആണെങ്കിലും ലിമിറ്റ് 0 കാരണം 1/n ലിമിറ്റ് 0 -1/n നമുക്ക് സീക്വൻസ് -1 ഇൻറ്റു സീക്വൻസ് 1/n ആയിട്ട് കൺസിഡർ ചെയ്യും. കോൺസ്റ്റൻറ്റ് സീക്വൻസ് -1 ഇൻറ്റു 1/n ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ് 0 എഗെയിൻ ലിമിറ്റ് ഓഫ് 1/n 0 ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇത് ആക്ച്വലി എന്താ, നമ്മൾ XN ആയിട്ടും ഇതിനെ ZN ആയിട്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ഫോമാണ്. എന്നിട്ട് ലിമിറ്റ് ഓഫ് XN ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ZN. അങ്ങനെയാണെങ്കിൽ Yൻ്റെ ലിമിറ്റും സെയിം, Yൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് വിൽ ബി ഈക്വൽ ടു ദിസ്. ഇതാണ് നമുക്ക് സ്ക്യൂസ് തിയറത്തിലുള്ളത്. സ്ക്യൂസ് തിയറം ഫോർ സീക്വൻസിനുള്ളതാണ്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് ഓഫ് ലെഫ്റ്റിൻ്റെ ലിമിറ്റും റൈറ്റിൻ്റെ ലിമിറ്റും 0 ആണ്. Therefore by സ്ക്യൂസ് തിയറം ലിമിറ്റ് ഓഫ് sin n by n is equal to 0. ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്തത്? നമ്മൾ ഏതെങ്കിലും സമ്മോ ഡിഫറൻസോ അല്ലെങ്കിൽ കോഷ്യൻ്റെ ഒക്കെ ആ ഒരു തിയറമായിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സ്ക്യൂസ് തിയറമാണ്. രണ്ടെണ്ണം കൂടിയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. മറ്റേതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇനിയുള്ള 2 പ്രോബ്ലം. പക്ഷേ അടുത്ത രണ്ടും ഏകദേശം ഒരേ പാറ്റേണിലുള്ളതാണ്. 6th ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി വലുതാണ്. ലെറ്റ് x is equal to sequence xn be a sequence of real numbers that converges to x element of R. Let x equal to sequence xn be a sequence of real numbers that converges to x element of R. Let x equal to sequence xn be a sequence of real numbers that converges to x element of R. അടുത്ത ലൈനിൽ let P be a polynomial. Let P be a polynomial. P be a polynomial. For example, let P of t is equal to ak t raised to k plus ak minus 1 t raised to k minus 1 plus etc. plus a1t plus a0. അതായത് a0 പ്ലസ് a1t പ്ലസ് a2t സ്ക്വയർ അങ്ങനെ പവർ k ഉള്ള ഒരു പോളിനോമിലാണ് ഇപ്പോൾ നമ്മളിവിടെ റെപ്രസെൻറ്റ് ak t റേസ് ടു k. അപ്പോൾ ak നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് k ആയിരിക്കും. വെയർ k എലമെൻറ്റ് ഓഫ് n and aj element of R for j is equal to 0, 1, etc. k. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഞാൻ ഇത്ര ഒന്നുകൂടെ വായിക്കാം. ലെറ്റ് എക്സ് ഈക്വൽ ടു സീക്വൻസ് xn be a sequence of real numbers that converges to x element of R. Let P be a polynomial. For example, let P of t equal to ak t raised to k plus ak minus 1 t raised to k minus 1 plus etc. a1t plus a0, where k element of n and aj element of R for j equal to 0 to. അപ്പോൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. k എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ. k എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറും ഈ a1 a2 akകളെല്ലാം എന്താണ്, ഒരു റിയൽ നമ്പറുകളും ആണ്. അത്ര ഇവിടെ പറയുന്നുള്ളൂ. ദെൻ ഷോ ദാറ്റ്, അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് p of xn, സീക്വൻസ് p of xn converges to p of x. സീക്വൻസ് ഓഫ് പോളിനോമിയൽസ് പി ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. ഇപ്പം പോളിനോമിയൽ പി ഓഫ് ടി എന്ന് പറഞ്ഞതാണ് എങ്കിൽ അതിൻ്റെ പി ഓഫ് എക്സ് എന്നുള്ള സീക്വൻസ് പി ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ദെൻ ഷോ ദാറ്റ് പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു പി ഓഫ് എക്സ്. അപ്പം നമുക്ക് ലെറ്റ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ദാറ്റ് കൺവേർജസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഗിവൺ, അപ്പോൾ ആൻസർ തുടങ്ങുമ്പോൾ ഗിവൺ xn converges to x, given xn converges to x, then p of xn is equal to, then p of xn എന്ന് പറയുമ്പോൾ എന്ത് വരും, p of t ഇതാ. അപ്പോൾ p of xn എന്ന് പറയുന്നത് ak xn raised to k ak minus 1 xn raised to k minus 1 plus etc.
എ പ്ലസ് A1 XN പ്ലസ് A0. ഇതാണ് നമ്മുടെ പി എക്സ് എൻ വരുന്നത്. പി ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എ കെ എക്സ് എൻ റേസ് ടു കെ എ കെ മൈനസ് 1 എക്സ് എൻ റേസ് ടു കെ മൈനസ് 1 എക്സെട്ര പ്ലസ് A1 XN പ്ലസ് A0. ഇനി എക്സ് എൻ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് എക്സ് എൻ റേസ് ടു കെ എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എക്സ് റേസ് ടു കെയിലോട്ട് കൺവേർജ് ചെയ്യില്ല. കാരണം എക്സ് എൻ റേസ് ടു കെയെ നമുക്ക് എക്സ് എൻ ഇൻറ്റു എക്സ് എൻ ഇൻറ്റു എക്സ് എൻ കെ ടൈംസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഓരോ സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് കെ ടൈംസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, എക്സ് എൻ കൺവേർജസ് ടു എക്സ്, എക്സ് എൻ റേസ് ടു കെ കൺവേർജസ് ടു എക്സ് റേസ് ടു കെ, xn raised to k, xn raised to k minus 1 converges to x raised to k minus 1, etc. തിയറം 6 നമ്മൾ പ്രൊഡക്റ്റിന് k എലമെൻറ്റുകളുള്ള സെറ്റിനോട്ട് നമ്മൾ ആ സീക്വൻസിലോട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ഫോമിൽ അപ്ലൈ ചെയ്താൽ എക്സനിൻ്റെ ലിമിറ്റ് എക്സ് ആയതുകൊണ്ട് എക്സൻ റേസ് ടു കെയുടെ ലിമിറ്റ് എക്സ് റേസ് ടു കെ, അതായത് കെ ഇപ്പോൾ ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സൻ റേസ് ടു 5 നമുക്ക് എക്സൻ ഇൻറ്റു എക്സൻ ഇൻറ്റു എക്സൻ 5 ടൈംസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് ഓഫ് എക്സ് 5 ടൈംസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എക്സ് എൻ റേസ് ടു കെയുടെ ലിമിറ്റ് എക്സ് റേസ് ടു കെ, എക്സ് എൻ റേസ് ടു കെ മൈനസ് 1 എക്സ് റേസ് ടു കെ മൈനസ് 1. അപ്പോൾ എക്സ് എൻ റേസ് ടു എനി പവർ ആണെങ്കിൽ അത് എക്സ് റേസ് ടു ദാറ്റ് പവർ ആയിരിക്കും വരുന്നത്. therefore പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് വരുമ്പം പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എ കെ എക്സ് റേസ് ടു കെ എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് A1 എക്സ് പ്ലസ് A0 എന്ന് നമുക്ക് പറയാമല്ലോ. എക്സ് എൻ കൺവേർജ് ചെയ്യുന്ന അപ്പം എക്സ് എൻ റേസ് ടു കെ എക്സ് റേസ് ടു കെയിലോട്ട് കൺവേർജ് ചെയ്യും. എക്സ് എൻ റേസ് ടു കെ മൈനസ് 1 എക്സ് റേസ് ടു കെ മൈനസ് 1ലോട്ട് കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്കിതിങ്ങനെ എഴുതാം. പി ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എ കെ എക്സ് റേസ് ടു കെ എ പ്ലസ് എ കെ മൈനസ് 1 എക്സ് റേസ് ടു കെ മൈനസ് 1 പ്ലസ് എക്സെട്ര A1 എക്സ് പ്ലസ് A0. therefore ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പി ഓഫ് എക്സ് അല്ലേ നോക്കിയേ, പി ഓഫ് ടിക്കകത്ത് ടിക്ക് പകരം എക്സ് കൊടുത്തേക്കാം. therefore we can say that P of xn converges to P of x. അപ്പം P of xn എന്ന് പറഞ്ഞാൽ P of t ഒരു പോളിനോമിലാണ് എങ്കിൽ P of x എന്നുള്ള xn converges to x ആണെങ്കിൽ ഇത് സത്യമേ ഉള്ളൂ. xn converges to x ആണെങ്കിൽ P of xn converges to P of x ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്, തീരം വേറെയുണ്ട്, ലാസ്റ്റ് പ്രോബ്ലം ആണ് 7th one. Let x is equal to sequence xn. Let x equal to sequence xn be a sequence of real numbers. Let x equal to sequence xn be a sequence of real numbers that converges to x element of R. Let x equal to sequence xn be a sequence of real numbers that converges to x element of R. Let R be a rational function. R be a rational function, that is R of t equal to P of t by Q of t. Let R be a rational function, that is R of t equal to P of t by Q of t, where P and Q are polynomials. Rational function എന്ന് പറഞ്ഞാൽ രണ്ട് പോളിനോമിയൽസിൻ്റെ റേഷ്യോ ആയിരിക്കും. Let x equal to sequence xn be a sequence of real numbers that converges to x element of R. Let R be a rational function, that is R of t equal to P of t by Q of t, where P and Q are polynomials. Suppose that Q of xn not equal to 0 for all n element of n and Q of x not equal to 0. Suppose that Q of xn not equal to 0. Suppose that Q of xn not equal to 0 for all n element of n and that Q of x not equal to 0. Then the sequence R of xn converges to R of x. Converges to R of x equal to P of x by Q of x.
let x equal to sequence xn be a sequence of real numbers that converges to x element of R. Let R be a rational function. R of t equal to p of t by q of t, where p and q are polynomials. Suppose that q of xn not equal to 0 for all n element of n and that q of x not equal to 0. Then the sequence R xn converges to R of x. ഇത് നമുക്ക് ശരിക്കും അതിൻ്റെ പ്രൂഫ് മറ്റേ ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 6th പ്രോബ്ലം അതുപോലെ യൂസ് ചെയ്യണം. കാരണം പി ഓഫ് ടിയും ക്യൂ ഓഫ് ടിയും പോളിനോമിയൽസ്. അപ്പം പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ക്യൂ ഓഫ് എക്സും ആണെന്ന് നമുക്കിപ്പോൾ പറയാമല്ലോ, തൊട്ട് മുന്നിലത്തെ തിയറം വെച്ചിട്ട്. അപ്പം നമ്മൾ തിയറം അല്ല, തൊട്ട് മുന്നിലത്തെ പ്രോബ്ലം വെച്ചിട്ട് പി ഓഫ് എക്സനും ക്യൂ ഓഫ് എക്സിനും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് എക്സ് എൻ കൺവേർജസ് ടു എക്സ് വരുമ്പോൾ പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ക്യൂ ഓഫ് എക്സ്. എന്നിട്ട് നമ്മൾ നമ്മുടെ തിയറം 6 അപ്ലൈ ചെയ്യുമ്പോൾ പി ബൈ ക്യൂ കൺവേർജസ് ടു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇത്രേ ഉള്ളൂ. അപ്പം പ്രോബ്ലം 6 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പി ഓഫ് എക്സ് എൻ കൺവേർജസ് ടു പി ഓഫ് എക്സ് ആണ്, ക്യൂ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ക്യൂ ഓഫ് എക്സ് ആണ്. ഇതും നോൺ സീറോ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ എടുക്കാം. അപ്പം ഡിവിഷൻ നടത്തുമ്പോൾ പി ഓഫ് എക്സ് എൻ ബൈ ക്യൂ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.